ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഞങ്ങളവിടെ ഇതിന് പൂളാന്നും പറയും കേട്ടോ. നിങ്ങളവിടേക്ക് എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് എല്ലൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. ഇനി എല്ല് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചതച്ചത് എടുത്തതാട്ടോ, അതിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 8 വിസിലായ എല്ലിത വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കപ്പ ഒരു 2 വിസിലടിച്ചതിന് ശേഷം കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വലിയുള്ളി ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.